നമ്മളങ്ങനെ റോസിലെത്തി. രാവിലെ വീട്ടിൽ നിന്ന് 2 മണിക്കൂർ ട്രാവൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടിപ്പം ഇവിടെ രാവിലെ വന്ന് പറഞ്ഞാൽ ഞങ്ങൾ കോഫി കുടിക്കാനായിട്ട് കയറിയതാണ്. ഇത് ഇവിടുത്തെ കോഫി ഷോപ്പാണ്. ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് ഇപ്പം കുറച്ച് നല്ല അടിപൊളി സ്ഥലങ്ങളുണ്ട്, അങ്ങോട്ടേക്ക് പോവുകയാണ്. നമ്മൾ റോസിൽ വന്നിട്ട് രാവിലെ വന്നു. രാവിലെ അല്ല, കുറച്ചേരം മുന്നേ വന്ന്. എന്നാടാ? അതെ, നമുക്ക് ഇത് വലിയൊരു ബീച്ചാണ്. ബീച്ചും അതുപോലെ തന്നെ വേറെ നല്ല നല്ല രസമുണ്ടല്ലോ. അതെ, സമ്മർ വരുവാണെങ്കിൽ നമുക്ക് ആറ്റിലൊക്കെ കടലിലൊക്കെ ചാടി നല്ല ഇതായിരിക്കും. ഇവിടെ ഇപ്പൊ കുഴപ്പമില്ലല്ലോ, നല്ല വ്യൂ ആണ്. ഇതുണ്ടോ കടല്. പിന്നെ ഇവിടുന്ന് സമ്മർ വരുവാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് നീന്തുകയൊക്കെ ചെയ്യാം. നല്ല വലിയ ബീച്ചാണ്, സ്ഥലം അടിപൊളിയാണ്. ഇവിടുന്നുള്ള വ്യൂ അടിപൊളിയാണ്. അവിടെ ചെമ്മരിയാട്, ഈ സൈഡിൽ ചെമ്മരിയാടുണ്ട്. കുറച്ച് കോഫി ഷോപ്സ് ഉണ്ട്. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഒരു കോഫി ഷോപ്പിൽ നിന്നാണ് ചായയൊക്കെ കുടിച്ച് ഇറങ്ങിയത്. എന്നിട്ട് ഞങ്ങൾ നേരെ ആദ്യം ഞങ്ങൾ അതുവഴി കാണുന്ന വഴി അതുവഴി ഇറങ്ങാമെന്ന് വിചാരിച്ചേ. അപ്പം പിന്നെ അങ്ങനെ നോക്കിയപ്പോഴാണ് അവിടെ ആ മലയുടെ അവിടെ കണ്ടോ, അപ്പം അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരാമെന്ന് വെച്ചു. ഇപ്പം നോക്കുമ്പോൾ ഇവിടെ ബീച്ചുണ്ട്. അപ്പോൾ ചിലപ്പോൾ അവിടുന്ന് നമുക്ക് ഇറങ്ങിയിട്ട് ഇതുവഴി ചിലപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റുമായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. നമുക്ക് ഇഷ്ടപ്പെട്ടോ സ്ഥലം? സൂപ്പർ, വലിയ ബീച്ചാണ്. അതെ, വലിയ ബീച്ചാണ്. ഇവിടെ മാത്രമല്ല, നമുക്ക് അങ്ങോട്ടും പോകാൻ പറ്റും, അതുപോലെ തന്നെ അങ്ങോട്ടും പോകാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള റോഡുണ്ട്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ സ്ഥലം. ഈ ബീച്ചിന്റെ വലിപ്പം കാണാൻ ഇവിടെ ആൾക്കാർ നിൽപ്പുണ്ട്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതുണ്ടോ, ആളുണ്ട്. ഭയങ്കര വലിയ ബീച്ചാണ്. ആൾക്കാരെയൊക്കെ ചെറിയ പൊട്ടുപോലെ കാണാം. ഇത്രയ്ക്ക് വലിയ ബീച്ചാണിത്. ഇതുണ്ട്, ഇതെല്ലാം ആൾക്കാരാ. എടാ ജിൻസിനെ എങ്ങനെ ഇഷ്ടപ്പെട്ടോളാ? സൂപ്പർ അല്ലേ? മരിക്ക് ഇഷ്ടപ്പെട്ടോ? നല്ല സ്ഥലം. അതെ, നമ്മളിന്ന് വൈകിട്ടേ പോകുന്നല്ലോ ഇവിടുന്ന്. അതെ അതെ അതെ, അടിപൊളി സ്ഥലം. അവിടെ എടാ, അതിന് നടുക്കൊരുത്ത വീട് വെച്ചേക്കുന്നത്. അതുകൊണ്ടോ, ഒരു വെള്ള വീട്. പുള്ളി വീട് വെച്ചിട്ട് ഇതും കണ്ടോണ്ട് ചായ കുടിക്കും. അയ്യോ, വൈബ്. നല്ല നല്ല സ്ഥലം. വാ. അതെ, ഇന്നത് മൊത്തം നടക്കാനുള്ള. ഇന്നത്തെ വീഡിയോ ഇച്ചിരി ലോങ് ആയിരിക്കും, പക്ഷേ വർത്തായിരിക്കും. കാണാനുള്ള മൊത്തം ഉണ്ട് ഇതിനകത്ത്. നമ്മൾ സാധാരണ കാണാനുള്ളതൊക്കെ എല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്താണ് വെക്കാറുള്ളത്. പക്ഷേ ഈ പ്രാവശ്യത്തെ ഇതും ഫുള്ള് കാണിക്കേണ്ടി വരും, കാരണം അത്രയ്ക്ക് നല്ല സ്ഥലമാണ്. അതെ, നമ്മുടെ പയ്യന്മാരാണ്, കൊറിയക്കാരാണ്. ഞങ്ങൾ ബസ്സിൽ വെച്ച് കണ്ടാണ്. ഗുഡ് യു അതെ, നമ്മളെ കുറച്ച് കൊറിയക്കാര് ഫ്രണ്ട്സാണ്, നമുക്ക് ബസ്സിൽ നിന്ന് കിട്ടിയതാണ്. ഞങ്ങൾ ഇവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഇത് അപ്പുറത്തോട്ട് പോകണം. ഇത് കൊക്കയാണ്, ഇവിടെ കുഴിയാണ്. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇവിടുന്ന് നേരെ ഒന്നുമില്ല, ഒരു ഇതും വെച്ചിട്ടില്ല, നേരെ താഴെ കുഴിയാണ്. അങ്ങ് താഴെ ആൾക്കാർ പോകുന്നത് കാണാം. പിന്നെ ഇതുണ്ടോ, ഇവിടുന്ന് നേരെ കുഴി. അവന്മാരെ അവിടെ നിന്ന് വിയറടിക്കുക. എടാ, അവന്മാരവിടെ നിന്ന് വിയറടിച്ച് ഏനോ ചില്ല് വൈബ്. ഇവിടുന്ന് ഡയറക്റ്റ് കുഴിയാ കടലിലേക്ക്. ഇവിടുന്ന് നേരെ ഇതുണ്ടടാ, പച്ച കളറ്, നല്ല പച്ച കളറ് വെള്ളം. ഇല്ല, അങ്ങോട്ട് പോകത്തില്ല. ഇവിടുന്ന് ഇതുണ്ടില്ലേ, ഇവിടുന്ന് നമ്മൾ കണ്ട ബീച്ചിൻ്റെ അവിടെ ആണ്. ഇത് കഴിഞ്ഞിട്ടില്ല. ഇത് കണ്ടില്ലേ, ഇവിടെ കുഴി. ആൾക്കാരൊക്കെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഇവിടെ ഒരു കുതിര. ഇതെന്നെ വലിപ്പമാണ് ഈ കുതിരക്ക്. അത് വേറെ ബ്രീഡാണ്, നമ്മുടെ നാട്ടിലുള്ള ബ്രീഡല്ല ഇത്. ഇതുണ്ടോ കുതിര, നല്ല രസമുണ്ട്. ആശാന്മാര് കാഴ്ച കണ്ടിരിക്കുക. ഇതാ ഇതിന്റെ കാല് കണ്ടോ,
ഈ കുതിരയുടെ കാല് കണ്ടോ, വാലൊക്കെ കണ്ടോ, സൂക്ഷിച്ചോണേ. ഇല്ലില്ല, ഇവര് ആൾക്കാരെ കാണുന്നു, അതുകൊണ്ട് പ്രശ്നമില്ലെന്ന് തോന്നുന്നു. ഇതുണ്ടോടാ, അത് ചൊറിയ. ഇതുണ്ടോ കുതിര കണ്ടോ, പുല്ല്. ഇത് കുതിരയാണോ കഴുതയാണോ? കുതിര തന്നെയാന്ന് തോന്നുന്നല്ലേ. ആ കുതിര തന്നെയാ. അതെ, അങ്ങ് ദൂരെ ഒരു കുതിര നിൽക്കുന്നുണ്ടോ. ഒരുപാട് കുതിരയുണ്ട് ഇവിടെ. അങ്ങനെ ഇത്രയും ദൂരം നടന്ന് നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ എൻഡില് ഇവിടെ ഇത് കണ്ടോ, ഇവിടുന്ന് തൊട്ട് താഴെ കടലാണ്. അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇതിൻ്റെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ കാണാം, താഴെ കടൽ കാണാം. അവിടെ എന്തോ പണിത് വെച്ചിട്ടുണ്ട്. നല്ല നല്ല കുഴിയുണ്ട്. മുകളിൽ നോക്കുമ്പോൾ നല്ല ഹൈറ്റിൽ നല്ല താഴോട്ട് പാറയാണ് മൊത്തം. വാ, ജിൻസ് അവിടെ പോയി. ജിൻസ് വിളിക്കുന്നുണ്ട് ഞങ്ങളോട് അങ്ങോട്ട് ചെല്ലാൻ. വാ അങ്ങോട്ട് വാ. ഇത് രാവിലെ 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിന് ഇതാ ഈ സ്പേസിൽ, ഈ കാണുന്ന സ്പേസിൽ വെള്ളമില്ല. അപ്പം നമുക്ക് ഇതുവഴി നടന്ന് അങ്ങോട്ടേക്ക് പോകാൻ പറ്റും. ഇപ്പം നിലവിൽ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. 12 മണിയാകുമ്പോഴത്തേക്കിന്, 12:55 അല്ലേ, 12:55 തൊട്ട് ഇവിടെ വെള്ളം കയറും. വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഇൻ കേസ് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് നാളെ തിരിച്ചിറങ്ങാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ കോസ്റ്റ് ഗാർഡ് നിൽപ്പുണ്ട്. കോസ്റ്റ് ഗാർഡ് എല്ലാം ഇവിടെ നിൽപ്പുണ്ട്. അവർ ബോട്ടുണ്ട് അവരുടെ കയ്യിൽ, അവത്തേലേ തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ പോയിട്ട് നേരത്തെ വരണം, അല്ലെ നാളെ വരണം. അങ്ങനെയാണ് സംഭവം. ഇവിടെ കോസ്റ്റ് ഗാർഡിൻ്റെ ഓഫീസ് ഇവിടെ ബാക്കിലുണ്ട്. അവിടെ 2 ഓഫീസേഴ്സ് നിൽപ്പുണ്ട്. ഒരു ആട് നിൽക്കുന്നുണ്ടോ അതിൻ്റെ തുമ്പത്ത്? ഇതുണ്ട് ഫ്രണ്ട് ഏറ്റവും സൂയിസൈഡ് നിൽക്കുക. പുള്ളി താഴോട്ട് ചാടിക്കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഇത്ര ഇടയുണ്ട്, ഇറങ്ങി വരാം. ഇവിടെ ഇതിൻ്റെ ഒരു വേറെ എൻഡാണ്. നമ്മൾ മുമ്പേ നിന്നത് അവിടെ ആയിരുന്നു. അവിടുന്ന് ഇപ്പം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നല്ല വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇവിടുന്ന് ഇങ്ങനെ കയറുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ കയറി നിൽക്കാം നമുക്ക്. ഇവിടുന്ന് താഴോട്ട് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇത് വേണം, കടൽ വന്ന് കയറുന്നിടത്ത് മൊത്തം പാറയത്. ഇതുണ്ടോ, ഈ സാധനം മൊത്തം പാറയാ. ഇവിടെ കടൽ വന്ന് കയറുന്ന. ഇവിടുന്ന് ഇങ്ങനെ ഇത്രയും പാറ മാത്രമാണ്, ബാക്കി പുല്ലും ഒക്കെയാണ്. മറ്റേ സൈഡിലാണ് ബീച്ചുണ്ട്. ഇവിടെ കുറേ ചെമ്മരിയാടൊക്കെ ഉണ്ട്. നമ്മളിതിൻ്റെ മുകളിലാണ്. ഇവിടെ ഇവിടുത്തെ വീടുകളെല്ലാം കല്ലും വെച്ച് പണിത് നല്ല രസമുണ്ട്. ഇവൻ്റെ കയ്യിൽ കോഫിയോ? ഇവിടെ നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോയാലോടാ. ഇവിടെ ഒരുപാട് വീടുണ്ട്. ഈ ഇപ്പം മുമ്പേ കണ്ട ബീച്ചിൻ്റെ തൊട്ട് മുകൾ വശമാണിത്. ഇതുവഴി ബീച്ചിലേക്ക് ഇനി ഇറങ്ങിപ്പോണം. നല്ല വ്യൂ ആണ്. ഇവിടുന്ന് ഒരുപാട് ഇറക്കമുണ്ട് താഴേക്ക്. ഇവിടുന്ന് അതുവഴി വേണം അങ്ങോട്ട് ഇറങ്ങാനായിട്ട്. നടക്കാനുണ്ട്, ചെല്ല്. ഈ വഴി അതുവഴി പോയിട്ട് അവിടെ വഴി ചെന്ന് അങ്ങോട്ട് ഇറങ്ങണം. പക്ഷെ നല്ല വ്യൂ ആണ്, നല്ല വ്യൂ ആണ്. ഇവിടുന്ന് ഉരുണ്ട് വീഴുവാണ്, താഴെ ചെല്ലും കേട്ടോ പെട്ടെന്ന്. എന്നിട്ട് മുകളോട്ടും പോവാം.
നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ബീച്ചിലോട്ട്. ഏകദേശം 1 കിലോമീറ്റർ അടുത്തുണ്ടെന്ന് തോന്നുന്നു മോളിൽ നല്ലടാ. അത് ഇറക്കമായതുകൊണ്ട് പെട്ടെന്ന് താഴെ വന്നു. പക്ഷെ ഇനി തിരിച്ച് കയറ്റം കയറുമ്പോൾ എങ്ങുന്നുണ്ടോ ഒന്നും മോളിൽ ചെല്ലണം. കുഴപ്പമില്ല. ഇവിടോട്ട് വരുമ്പോഴത്തേന് തണുപ്പ് കൂടിക്കൂടി വരുന്നുണ്ട്. അതെ, ഇത്ര നേരം ഞങ്ങൾ അങ്ങോട്ടൊക്കെ പോയിട്ട് കുഴപ്പമില്ലായിരുന്നു. മോളിൽ കൂടെ നടന്ന് എല്ലാവരുടെയും ഷൂഴ നിറച്ച് കുതിരച്ചാണകമായി. അമ്മക്ക് കുതിരച്ചാണകവും ചള്ളയെല്ലാം കൂടെ ആയിട്ട് തണുപ്പ് കാരണം മൂക്കൊക്കെ ചുമന്നിരിക്കുന്നു. കൈ ചുമന്ന് എൻ്റെ കൈയും ചുമന്നു പോയി. നമ്മളങ്ങനെ മുകളിൽ ഏകദേശം എത്തി. ഇവിടുത്തെ ഗേറ്റ് തുറക്കാനായിട്ട് ലിവർ ഇങ്ങനെ വലിച്ചാൽ മതി. അയ്യോ, ഓടിവാ. അമ്മ ആദ്യം ഓടിപ്പോയി, ആദ്യം വണ്ടി ഓടിക്കാനായിട്ട്. ഇനി വെറുതെ പോവാ, ടിക്കറ്റ് ഉണ്ടേല. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ബീച്ചും വന്നു. ബീച്ചിൽ വന്ന് കറങ്ങി. എന്നിട്ട് ഇപ്പം തിരിച്ചു പോവാണ്. ഇപ്പം ഇരുട്ടി തുടങ്ങി, ലൈറ്റെല്ലാം പോയി തുടങ്ങി. ബീച്ചിൽ റോസ്ലിയിൽ നിന്ന് ഇനി തിരിച്ച് വീട്ടിലോട്ട് പോകണം. ഇനി ഈ മല മൊത്തം കയറണം. അതുവഴിയാണ് വഴി. അങ്ങ് മുകളിൽ ചെല്ലാനുണ്ട്. മുകളോട്ട് ഇനി കയറി പോവാം.